ഹലോ ഓൾ, വെൽക്കം ടു എൻട്രി എലിവേറ്റ്. സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് വളരെ ഹൈ പെയ്ഡ് ആയിട്ടുള്ളൊരു ജോബാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്നുണ്ടെങ്കിൽ സ്ട്രക്ചറൽ എഞ്ചിനീയർ ആവുക എന്നുള്ളത് ഒരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. സോ എങ്ങനെ ഒരു സ്ട്രക്ചർ എഞ്ചിനീയർ ആവാം, അല്ലെങ്കിൽ എന്താണ് ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറിന് വേണ്ട ഗുണങ്ങൾ? സോ ബേസിക്കലി നിങ്ങളൊരു സ്ട്രക്ചർ പണിയുന്ന സമയത്ത്, അതൊരു ബ്രിഡ്ജ് ആയിക്കോട്ടെ, ഡാം ആയിക്കോട്ടെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സ്ട്രക്ചർ പണിയുന്ന സമയത്ത് ആ ഒരു സ്ട്രക്ചറിൻ്റെ മേലെ വരുന്ന ലോഡ് എന്താണ്, അല്ലെങ്കിൽ ഡെഡ് ലോഡ് എത്രയാണ്, ലൈവ് ആയിട്ടുള്ള ലോഡ് എന്താണ്, എൻവയോൺമെൻറ്റൽ ലോഡ് എന്താണ്, ഈ ഫാക്ടേഴ്സ് എല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് വളരെ സേഫായിട്ട് അല്ലെങ്കിൽ വളരെ ആപ്ലിക്കബിൾ ആയിട്ടുള്ളൊരു സ്ട്രക്ചർ നിർമ്മിക്കുക, എഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ നിർമ്മിക്കുക എന്നുള്ളതാണ് ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം ഒരു ജോലി എന്ന് പറയുന്നത്. സോ ഇത് കേൾക്കുമ്പോൾ വളരെ എളുപ്പമായിട്ട് തോന്നാം, പക്ഷേ ഇതിൻ്റെ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ കോഡ്സ് മനസ്സിലാക്കുക, വളരെ ഡീപ്പായിട്ട് ആ ഒരു സിവിൽ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ ഒരു സ്കിൽഡ് ആയിട്ടുള്ള സ്ട്രക്ചറൽ എഞ്ചിനീയർ ആവുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. സോ എൻട്രി എലിവേറ്റിൻ്റെ സ്ട്രക്ചറൽ ഡിസൈൻ കോഴ്സിലൂടെ എങ്ങനെ നിങ്ങൾക്കൊരു സ്കിൽഡ് ആയിട്ടുള്ള സ്ട്രക്ചറൽ അല്ലെങ്കിൽ ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറൽ എഞ്ചിനീയർ ആവാം എന്നുള്ളത് നമ്മൾ നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞിരുന്നതായിരിക്കും. നമ്മുടെ മിഡിൽ ഈസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ലൈവ് പ്രൊജക്ട്സ് ഇതിനൊരു എക്സാമ്പിളാണ്. നിങ്ങളെ പ്രാക്ടിക്കൽ ആയിട്ട് ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം എന്ന് നമ്മൾ ഈ പ്രൊജക്ട്സിലൂടെ നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ തരുന്നതായിരിക്കും. സോ ഈ വരുന്ന 10-ാം തീയതി നമ്മുടെ എൻട്രി എലിവേറ്റ് സ്ട്രക്ചറൽ ഡിസൈൻ കോഴ്സിൻ്റെ ബാച്ച് ക്ലോസിംഗ് ആണ്. സോ ആ ബാച്ച് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഈ ഒരു കോഴ്സിനെ കുറിച്ച് മനസ്സിലാക്കി അതിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം, കൺസ്ട്രക്ഷൻ മേഖല വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ഫ്യൂച്ചറിൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു സെക്ടറും കൂടിയാണ് സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇത്തരം സ്ട്രക്ചറൽ എഞ്ചിനീയർ എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ ഒരു കോഴ്സിനെ കുറിച്ച് എൻക്വയറി ചെയ്യുക. 10th മുന്നേ ആയിട്ട് തന്നെ, നമ്മുടെ ബാച്ച് ക്ലോസിങ്ങിന് മുന്നേ ആയിട്ട് തന്നെ നിങ്ങൾ ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുക. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റ്സ് ഉള്ളൂ. സോ ജോയിൻ നൗ. താങ്ക് യു ഓൾ.